ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നിതാ രാവിലെ നമ്മൾ കിച്ചണിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ കറി കേട്ടോ. ഒരു മസാലക്കറി വെക്കുക അല്ലെങ്കിൽ കുറുമാക്കുക എന്താവും എന്നറിയില്ല, അങ്ങനെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് കറിയാണ് ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്യാതെ ഒന്നും തീരുമാനിക്കാതെയാണോ കിച്ചണിൽ വന്നിട്ട് ഉണ്ടാക്കി തുടങ്ങുന്നത് എന്നല്ലേ. അപ്പോൾ ഗ്രീൻ പീസ് വെച്ചിട്ട് നമുക്ക് കുറുമ ഉണ്ടാക്കാം, മസാലക്കറി ഉണ്ടാക്കാം, എല്ലാതും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കുറുമ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാതും കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് മടി എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിടക്ക് നമ്മളറിയാതെ നമ്മൾ പിടികൂടുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഇത് മസാലക്കറി ആക്കും. അതെല്ലാം നല്ല ഉഷാറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ അരച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് കുറുമ റെഡിയാക്കാം, അങ്ങനെ വിചാരിക്കണത്. കുറുമ നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരല്ലോ, കുറച്ചധികം പണിയുണ്ടല്ലോ അല്ലേ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അപ്പോൾ എന്താണോ തോന്നുന്നത് ആ രീതിയിലേക്കാണ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇതാ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ പൗഡേഴ്സും സ്പൈസസും എല്ലാതും ചേർത്തിട്ട് കുക്കറിലിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുക്കർ ക്ലോസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മടി എപ്പോഴാണ് നമ്മൾ കൂടെ കൂടാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഗ്രീൻ പീസൊക്കെ വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിക്ക് വേണ്ടിയിട്ടുള്ള അപ്പം റെഡിയാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചപ്പാത്തി, പത്തിരി, ബോരി ഇതൊന്നും അല്ല കേട്ടോ, നമ്മൾ ഇലയിലൊക്കെ പരത്തിയെടുക്കുന്ന ഒരു സംഭവമാണ് ഇത്. എന്ത് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അരിപ്പൊടി ഉണ്ട്, മൈദപ്പൊടി ഉണ്ട്, ഗോതമ്പ് പൊടി ഉണ്ട്. മൂന്നും കൂടെ ചേർത്തിട്ട് തേങ്ങ ചിരകിയിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ട് അങ്ങനെ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ചുട്ടെടുക്കുന്ന സംഭവമാണ് കേട്ടോ. ഇത് പ്രസ്സിൽ വേണമെന്നില്ല, നമുക്ക് വാഴൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൽ പരത്തിയിട്ട് അങ്ങനെയും ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പപ്പണി നോക്കുകയാണ്, എപ്പോഴും ഈസി വേ അതാണ് ഞാൻ ഫോളോ ചെയ്യൽ കേട്ടോ. വാഴൻ്റെ ഇല കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരത്തി പരത്തി കുറേ സമയം അങ്ങനെ പോകുമല്ലോ, കുറച്ച് റിസ്ക്കാണ് കേട്ടോ. എക്സ്പീരിയൻസ് ഇല്ലാതൊക്കെ ചെയ്യുമ്പോൾ ഇതാവുമ്പോൾ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ റെഡിയായി. ഇതിപ്പോൾ മോന് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് ചിലതൊക്കെ പാളിപ്പോണൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് വന്നതല്ലേ. അപ്പോൾ അവിടെ നിൽക്കട്ടെ, കുറച്ചൊക്കെ ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. ഈ അപ്പം ഉണ്ടല്ലോ നമ്മൾ ദോശക്കല്ലിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അങ്ങനെ ചുട്ടെടുക്കണ അപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതാ കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഗ്രീൻ പീസ് കുറുമന്നെ ഉണ്ടാക്കിയിട്ടാണ്. മടിയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനായിക്കോട്ടെ, നമുക്ക് അടിപൊളിയായിട്ട് കുറുമന്നെ റെഡിയാക്കാന്ന് കേട്ടോ. കുറുമയും അപ്പോൾ ഒക്കെ റെഡി ആയിക്കണം. പിന്നെ തലേ ദിവസത്തെ കുറച്ച് ബീഫും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചൂടാക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്ത് കഴിക്കുമ്പോഴും സൈഡായിട്ട് കുറച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു രസം വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് രായി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. 10-11 മണിയൊക്കെ ആകുമ്പോൾ രായി പാലിൽ കുറുക്കിയിട്ട് കഴിക്കുന്നത് ഇപ്പോൾ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഒഴിവാക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു ഗ്ലാസ് കുടിച്ചിട്ടാണ് ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കുന്നത്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്ഷീണം കേടൊക്കെ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നെസ്റ്റോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട്, ഉമ്മ, ഉപ്പ, ഇളച്ചന്, ഇളച്ചി, കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പോയതായിരുന്നു. നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നെസ്റ്റോളൊന്ന് കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ കണ്ടപ്പോൾ പിന്നെ വാങ്ങാതെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. പച്ചക്കറികളൊക്കെ എത്ര ഫ്രഷ് ആയിട്ട് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തത് കാണുമ്പോൾ ആരായാലും ഒന്ന് വാങ്ങി പോകുമല്ലോ അല്ലേ. അതുതന്നെയാണ് ഇവരുടെ ബിസിനസ് ട്രിക്ക് എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ചൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പർച്ചേസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും വന്നതല്ലേ. പിന്നെ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് നേരം ഞാൻ മോനോട് കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. ഇവൻ ഈ കോലത്തിലാണ് വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് കേട്ടോ. അവനും ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധ മാറി പോകുന്ന സമയത്ത് വീഡിയോ ഇങ്ങനെ ആയിപ്പോയതാണ്. മോന് നന്നായിട്ട് വീഡിയോ എടുക്കുക എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ കുട്ടികളെ കൂടെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ നെക്സ്റ്റ് വീഡിയോൻ്റെ കുറേ ഭാഗങ്ങൾ എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും നന്നായിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നിങ്ങൾ ക്ഷമിക്കുക, നമുക്ക് ഇനി പിന്നീട് ഉഷാറായിട്ട് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. പക്ഷേങ്കിൽ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ പച്ചക്കറി കാണുമ്പോൾ അത് വാങ്ങാതെ പോകുമ്പോൾ എന്തോ ഒരു വല്ലായികയാണല്ലോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ നീളം മുളക് ഉണ്ടല്ലോ, പച്ചമുളകിൽ നീളം മുളക് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എവിടെ കണ്ടാലും കുറച്ചെങ്കിലും ഞാൻ വാങ്ങിക്കൂട്ടോ.
ആ നീണ്ട മുളകുണ്ടല്ലോ കറികളിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാനും നല്ലൊരു ഭംഗിയാണ്. അതേപോലെ ഓവർ എരിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. മറ്റുള്ള പച്ചമുളകിനേക്കാളും എരിവ് കുറച്ച് കുറവൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ മുളക് കാണുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. പിന്നെ കുറച്ച് വേറെയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ നമ്മൾ ഫാമിലി ഒന്നിച്ചിട്ട് പുറത്ത് പോവുക, ഷോപ്പിങ്ങിന് പോവുക, അതൊക്കെ നല്ല രസമാണ് അല്ലേ. അങ്ങനെ പോകുമ്പോൾ കുട്ടികളെ കുസൃതികളും നമ്മൾ അവരിട്ട് അടി കൂട്ടുന്നതൊക്കെ ആയിട്ട് സമയം പോകുന്നത് ഷോപ്പിംഗ് കഴിയണതൊന്നും അറിയേയില്ല കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു നെസ്റ്റോയിൽ അന്നത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. എപ്പോൾ പോയാലും കുട്ടികളായിട്ട് ചെറിയ കശപിശമൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊന്നും വാങ്ങുമെന്ന് വിചാരിച്ച് കയറിയതൊന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിലും വാങ്ങിയപ്പോൾ കുറച്ചധികം സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് നോ പ്രോബ്ലം, എല്ലാതും എവിടെ നിന്നായാലും നമ്മൾ വാങ്ങിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഓഫറൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങി. പിന്നെ ഇഷ്ടങ്ങൾ ഉള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കറുത്ത ഹലുവ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ കടയിൽ അത് കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറെയും കുറേ ഐറ്റംസുകൾ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഐറ്റംസുകളാണ് കൂടുതലും വാങ്ങിക്കുന്നത്. നൂഡിൽസ്, എന്താ പറയുക, മക്രോണി, ഓട്സ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ. പിന്നെ സ്നാക്സായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളും അങ്ങനെയൊക്കെയാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. പിന്നെ ക്ലീനിങ്ങിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, ലൈസോൾ ലിക്വിഡ്, ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഐറ്റംസുകൾ, കംഫർട്ട്, ഇതൊക്കെ തന്നെയാണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഓഫറിൽ കിട്ടിയത് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അടുക്കളയിൽ കൗണ്ടർ ടോപ്പൊക്കെ ഒന്നിട്ട് ഫ്രീ ആക്കി വിടണം കേട്ടോ. കുറച്ച് പണിയുണ്ട് ഇതൊക്കെ എടുത്ത് വെക്കാൻ. ഇനിയിപ്പോൾ ഇക്ക കുട്ടികൾക്ക് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇടയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഗൾഫിൽ നിന്ന് അങ്ങനെ വിളിച്ചിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ അവർ നമ്മളെ വീട്ടിൽ കൊണ്ടു തന്നതായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിക്കുന്ന ബ്രോസ്റ്റൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.